ചിങ്ങമാസത്തിലെ തിരുവോണത്തിനൊക്കെ ശേഷം ഇനിയുള്ള ഈ നക്ഷത്രക്കാരില് ആർക്കൊക്കെയായിരിക്കും കുറച്ചുകൂടെ അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് പോകാൻ കഴിയുന്നത്, കുറച്ച് അങ്ങനെ സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ചിങ്ങമാസം മുതലുള്ള മലയാള വർഷം അല്ലേ? മലയാള വർഷം 1201 ചിങ്ങമാസം ആരംഭിച്ചു. അതിൽ ഈ വർഷം ഗുണം മിക്കവർക്കും ഒത്തിരി പേർക്കുണ്ട്. പക്ഷെ ദോഷകരമായി വരാൻ സാധ്യതയുള്ളവരെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഇപ്പോഴേ ഏഴരശനി ഉള്ള നക്ഷത്രങ്ങളുണ്ട്. അതിലിപ്പം അവിട്ടത്തിന്റെ അന്ത്യപകുതി, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങൾക്ക് ഏഴരശനി ഉണ്ട് ഇപ്പോഴ്. അതിൽ തന്നെ അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അതില് അവിട്ടം, ചതയം, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലുള്ളവർ രാഹുവിന്റെ ദശയെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പൊ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന അവിട്ട നക്ഷത്രക്കാര്, രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന ചതയ നക്ഷത്രക്കാര്, അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ ആയിരിക്കും ചതയത്തിന്റെ അങ്ങനെ വരുമ്പോൾ അതിന്റെ ആദ്യത്തെ ദശ അതാണ്. പിന്നെ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന അശ്വതി നക്ഷത്രക്കാര്, രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന ഭരണി നക്ഷത്രക്കാര്, രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്ന കാർത്തിക നക്ഷത്രക്കാര്, കാർത്തിക നക്ഷത്രത്തിൽ കാർത്തികക്കാല്. അപ്പോൾ അതെങ്ങനെയൊക്കെയുള്ളവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ്. ഈ രാഹുവിന്റെ ദശയിലൂടെ കടന്നു പോകുന്നവർക്ക് ഏഴരശനി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ ഏഴരശനിയും രാഹുവിന്റെ ദശയും കൂടെ ഒരുമിച്ച് വരുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ രാഹുവിന്റെ ദശ വരുമ്പോഴാണോ ആളുകൾക്ക് കുറച്ചുകൂടെ വിഷമഘട്ടങ്ങൾ വരുന്നത്? അല്ല, ആ സമയത്ത് ഏഴരശനി ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. തീവ്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും, തീപിടുത്തം ഇങ്ങനെയുള്ളത്. അതൊക്കെ ഓരോന്നും എടുത്ത് വ്യവച്ഛേദിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ ഫലങ്ങൾ വരും. വാഹന അപകടങ്ങൾ ഉണ്ടാകുക, വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ചെന്ന് ചാടാം, ഇങ്ങനെയൊക്കെയുള്ളത് വരാം. എന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ഗ്രഹനിലയിലെ ശുഭഫലം, ഇതുവരെയുള്ള കർമ്മഫലം, ഇതെല്ലാം കൂടി നോക്കി വേണം. അവരെ നമ്മൾ ഭയപ്പെടുത്താനായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഓരോ ഗ്രഹനിലയിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. അവരുടെ ഈ ജന്മത്തിലെ നൈമിത്തിക കർമ്മങ്ങളുടെ പുണ്യഫലം ലഭിക്കും. പിന്നെ പൂർവ്വജന്മത്തിലെ ഗ്രേസ്, അനുഗ്രഹങ്ങൾ കിട്ടും. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് ഓരോരുത്തരെ കുറിച്ച് പറയാം. എങ്കിലും പൊതുവായി പറയുമ്പോൾ അവിട്ടം, ചതയം, അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഇവർക്ക് വരുന്ന ഇത്രയും നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒക്കെ രാഹുവിന്റെ ദശയിലൂടെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ശനിയുടെ മാറ്റം കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ ബുധൻ. അപ്പം ഇതിന്റെയൊക്കെ മാറ്റങ്ങൾ ഇനി വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ കഴിയുമോ? അത് അവർക്ക് നല്ലത് സംഭവിക്കുമോ? എപ്പോഴും നമ്മള് ഈ ഗോചരവശാൽ അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലം നോക്കുമ്പോൾ വ്യാഴം, ശനി ഇവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നത് ഈ നഷ്ടഫലങ്ങളൊക്കെ നോക്കും. ഓരോരോ കാര്യങ്ങൾ കളഞ്ഞു പോയിട്ട് വരിക, പിന്നെ പെട്ടെന്ന് ജോലിയെല്ലാം ഓക്കെയായി നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള ആശങ്കപ്പെട്ടിരിക്കുന്ന അത്യാസന്നമായ വിഷയങ്ങൾ നോക്കുമ്പോഴാണ് ചാരവശാൽ മാറി നിൽക്കുന്ന ചൊവ്വ ഇപ്പൊ രാശി മാറി, അല്ലെങ്കിൽ വ്യാഴം, ബുധൻ രാശി മാറി, ശുക്രൻ രാശി മാറി, എന്റെയൊക്കെ ഫലത്തിനെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി എടുക്കുന്നത്. പൊതുവെ ജ്യോത്സ്യന്മാര് നോക്കുമ്പോൾ വ്യാഴവും ശനിയും ഇപ്പോഴനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയിട്ട് ഫലം അങ്ങ് നോക്കും എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അത്യാസന്നമായ വിഷയം അതിനൊരു ഉത്തരം കിട്ടിയേ വെക്കൂ എന്ന് വെച്ച് വരുന്നവർക്ക് വേണ്ടി നമ്മൾ ചാരവശാൽ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തെക്കുറിച്ചും ചിന്തിച്ച് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ചൊവ്വ രാഹുവുമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങൾ അതൊക്കെ ഛിദ്രാപഹാരം വരെയും നമുക്ക് ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. അപ്പൊ എന്നിട്ട് അതിലെടുത്തിട്ട് ഇപ്പോഴത്തെ ഈ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റവും കൂടി ചിന്തിച്ചതെല്ലാം മൈക്രോ സെക്കൻഡ്സിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴും നമുക്കത് സൂക്ഷ്മമായിട്ട് പറയാനൊക്കെ ഇപ്പോഴെന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ജാതകം നോക്കാൻ പോകുന്ന ഒരാള് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഒരാൾ പോവുകയാണ്, അയാളുടെ ജാതകം നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വളരെ മോശം സമയത്തായിരിക്കും ഒന്നെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഈ ഇടയ്ക്കെങ്ങനെ സംഭവിക്കാനുണ്ടോ, അതായത് ഇപ്പം ധനികനാകാനോ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെങ്കിലും വരാനുണ്ടോ, അങ്ങനെ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് പോകുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ജ്യോത്സ്യന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രശ്നം വന്നതിന് ശേഷമല്ല പോകേണ്ടത്. ഓരോ വർഷവും നമ്മൾ 6 മാസം കൂടുമ്പോഴും 1 വർഷം കൂടുമ്പോഴും ആധികാരികതയുള്ള ഒരു ജ്യോത്സ്യനെ അതാത് ദേശത്തെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ളവർ, അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ എന്നെ വന്ന് തിരക്കി വരുമെന്ന് ഞാൻ പറയില്ല.
അത് പിന്നെ അങ്ങനെയുള്ള ഒരാളിനെ കണ്ടിട്ട് ജ്യോതിഷം നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതറിയാം. അങ്ങനെ മുൻകരുതലുകൾ എടുത്ത് തന്നെ മുന്നോട്ട് നീങ്ങണം. അതിന് ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന്റെ താളത്തിലുള്ള ഒരു, നമ്മൾ പറയത്തില്ല, എനിക്ക് ചിലരെ ഇഷ്ടമായി, ചിലരോട് ആ ഒരു ലയം വരുന്നവരെ തപ്പിപ്പോകുന്നതാണ് നല്ലത്. നമുക്ക് ചേരുന്ന ജോത്സ്യനെ കാണാം നമ്മൾ. ഇപ്പൊ നമ്മൾ 5 തലത്തിലുള്ള ജനങ്ങളുണ്ട്. ഇപ്പം എല്ലാ ജാതിമത ഭേദമന്യേ ഈ 5 പേരും സമൂഹത്തിലുണ്ട്. എല്ലാ ജാതിയിലും 5 തരം ജനമുള്ളത്. 5 തരം എന്ന് വെച്ചാൽ ക്ലാസിക്കല്, ഈ അപ്പർ ക്ലാസ് സംസ്കാരത്തില്, സാംസ്കാരികമായ പണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പണപരമായിട്ടും ഒരു ഗ്രേഡ് ഉണ്ട്. അതല്ലാതെ സാംസ്കാരികമായ അപ്പർ ക്ലാസ് അല്ല. എല്ലാ ജാതിയിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. സാംസ്കാരികമായ അപ്പർ ക്ലാസ് ഉണ്ട്, സാംസ്കാരികമായി മിഡിൽ ക്ലാസ് ഉണ്ട്, സാംസ്കാരികമായ ലോവർ ക്ലാസ് ഉണ്ട്. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു അമ്മയ്ക്കും അച്ഛനും 5 മക്കളുണ്ട്, 5 ഇതിൽ ഈ 5 എണ്ണം ആയിരിക്കാം. അങ്ങനെയും വരാം. ഒരാൾക്ക് പറയുന്നത് മറ്റൊരാൾക്ക് പിടിക്കുകയില്ല, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇതുപോലെ പിന്നെ സാംസ്കാരികമായി ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, സാംസ്കാരികമായി അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്. ഇതിൽ ഏതരം ജനമാണ് എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് ഓരോ ജ്യോത്സ്യനും തിരിച്ചറിഞ്ഞിരിക്കണം. ഞാനൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് അറിയാറുണ്ട്. കാരണം എന്നോട് കൂടുതൽ അഭിവാഞ്ച കാണിക്കുന്ന ജനം ഏത് തരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ജാതിയല്ല, മതമല്ല, ഇതിനകത്തുനിന്ന് അങ്ങനെ വരും. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ഏതുതരം ക്ലയൻസേയും നമ്മളെ തിരക്കി വരാൻ ഇടയുള്ളൂ എന്നുള്ളത് നമ്മൾ എപ്പോഴും എനിക്ക് കൂടുതൽ ചിന്തിക്കുന്നവർ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ കർഷകരാകാം, അടുക്കളപ്പണിക്ക് പോകുന്നവരാകാം, മെറ്റലടിക്കാൻ പോകുന്നവരാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, അധ്യാപകർ, ഏതാണെങ്കിലും സാധാരണയിൽ കവിഞ്ഞ് ചിന്തിക്കുന്നവരാണ് എന്നെ കാണാനായിട്ട്. കുറച്ചൊരു ദാർശനിക ബുദ്ധിയുള്ളവരും സാധാരണയിൽ കവിഞ്ഞ് ചിന്തിക്കുന്നവരും, വേദാന്തം ചിന്തിക്കുന്ന ആളുകളാണോ കൂടുതലും? ഏതൊരു കാര്യവും കിഴിഞ്ഞറിയാൻ ശ്രമിക്കുന്ന മനസ്സുള്ളവർ. ഞാൻ അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ എന്നെ തിരക്കി പിടിച്ച് പരമാവധി വരാറുള്ളൂ. മാത്രമല്ല ഒത്തിരി സമയം എടുത്തുന്നിരിക്കും. ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ ഞാൻ ചെയ്താലും അവർക്ക് അവരുടെ തൃപ്തി, നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് ഇത്രയും കൂടി, ഞാൻ അവർക്ക് മതിയെന്ന് പറഞ്ഞാലും പറയും, ഇത്രയും കൂടി ഉണ്ടെന്നൂടെ ശ്രദ്ധിച്ചോണേ, അതും കൂടെ അങ്ങ് എഴുതിയെടുത്തോളൂ എന്ന് പിന്നെയും പറയും. ചിലരുടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കഷ്ടമായിപ്പോയല്ലോ, അതും കൂടെ പറയേണ്ടതായിരുന്നു പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു. കാരണം അത് നമ്മളുടെ ഒരു എത്തിക്സ്, ആ ഒരു ട്രഡീഷനുമായി ബന്ധപ്പെട്ട ഒരു എത്തിക്സ് ഉണ്ട്. നമ്മളുടെ ആ ഒരു സംസ്കാരം നമ്മളിലുള്ളതാ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യും. മാത്രമല്ല, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ തന്നെ മറ്റൊരാളുടെ അടുക്കൽ എനിക്കറിയാൻ വയ്യാത്തൊരു വിഷയത്തിന് പോയാൽ എങ്ങനെയിരിക്കും. അപ്പൊ പക്ഷെ എനിക്കൊരിക്കലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു മേഖലയിൽ നിന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംതൃപ്തമായ അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര പോരാ. കാരണം അത്രയും ചിന്തിച്ചൊന്നും ആരെയും ചെയ്യുന്നില്ല. ഈ ജ്യോതിഷന്മാര് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഫലം പറഞ്ഞു കൊടുക്കും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അതിനൊരു പ്രശ്ന പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? അത് ഇപ്പോഴും പരിഹാരം എങ്ങനെയാ സെലക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? പരിഹാരം സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ജ്യോത്സ്യന്റെ അടുക്കൽ പഠിക്കുമ്പോൾ അവർക്ക് ഈ ജ്യോത്സ്യന്മാര് ആയിട്ട് മാറുന്നതിന് മുമ്പ് ഒരു ഗുരുവിന്റെ അടുക്കലാണല്ലോ പഠിക്കുന്നത്. ഒരു ജ്യോതിഷ ഗുരു അദ്ദേഹത്തിൻ്റെതായ കുറച്ച് ശൈലികൾ, അദ്ദേഹത്തിന്റെ പരമ്പരയായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതുമൊക്കെ ശൈലി ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇപ്പം ചൊവ്വയെ കൊണ്ടാണ് ഒരു ദോഷമെങ്കിൽ അത് ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും ഒക്കെ പരിഹാരം ചെയ്യുക. ഈ ദൈവങ്ങളും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പൊ ശുക്രൻ ഭാര്യ, അല്ലെങ്കിൽ ഓജരാശിയിൽ ശുക്രൻ നിന്നാൽ ഗണപതി, യുഗ്മരാശിയിൽ നിന്നാൽ പാർവതി, ശുക്രൻ നിന്നാൽ സുബ്രഹ്മണ്യൻ ചൊവ്വ ഓജരാശിയിൽ നിന്നാൽ സുബ്രഹ്മണ്യൻ, യുഗ്മരാശിയിൽ നിന്നാൽ ഭദ്രകാളി. ഇപ്പോൾ അങ്ങനെ ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും, ശുക്രനെ കൊണ്ട് ഗണപതിയെയും പാർവതിയെയും, ഇങ്ങനെയൊക്കെ ഓരോന്നിനും വെച്ചിട്ടുണ്ട്. അത് പ്രശ്നമാർഗത്തിലൊക്കെ നമ്മൾ പഠിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദേവതകളില്ലേ? അപ്പൊ ഈ മുഴുവൻ ദേവതകളെയും നമ്മൾ എങ്ങനെയാണ് അതാണ് ഇപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം ഒന്നിപ്പിക്കുന്നത്. അതിന്റെ സൂക്ഷ്മത മൊത്തം ആഗമശാസ്ത്ര വിധികളില്ല. അത് ആഗമശാസ്ത്ര വിധികൾ കേരളത്തിൽ പോയി. അപ്പൊ കുറച്ച് നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ തന്ത്ര സമുച്ചയം മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ട്രഡീഷണൽ പാരമ്പര്യ ജ്യോത്സ്യന്മാരുടെ പദ്ധതികൾ ഒത്തിരി ഇപ്പൊ നടപ്പിലാവുന്നുമില്ല. പാരമ്പര്യ ജ്യോത്സ്യത്തിലെ പരിഹാര ശൈലികളെ ഇതായിരുന്നില്ല. ഏകദേശം ഒരു 45 വർഷം മുമ്പാണ്, 40 വർഷത്തോളമായുള്ളൂ ക്ഷേത്രങ്ങളിലേക്ക് ജനകീയമായി പരിഹാരം കൊടുത്തുവിടുന്ന ഒരു രീതി വന്നിട്ട്. അപ്പോൾ അക്കാലത്തെ ജ്യോത്സ്യന്മാര് പടുത്തുയർത്തിയ പല സമ്പ്രദായങ്ങളും ഉണ്ട് ഇപ്പൊ നിലനിൽക്കുന്നതിൽ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ജ്യോത്സ്യന്മാർക്ക് പോലും പരിഹാരം പറഞ്ഞു വിടുന്നത് ഫലപ്രദമാകാതെ പോകുന്നതിന്റെ കാര്യവും അതാണ്. ഇപ്പൊ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം,
കലഹമാണ് സഹോദരങ്ങൾ ചെയ്യും. അവിടെ പോയിട്ട് ഗണപതിക്ക് കറുകമാലയോ സുബ്രഹ്മണ്യൻ അത് ചാർത്താനോ പറയുകയല്ല വേണ്ടേ. അപ്പൊ അത് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. അവരെ സൈക്കോളജിക്കലി കുറച്ചും കൂടി ഉയർത്താൻ നല്ലതാണ്. പിന്നെ ആ ഒരു ഭാവത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വെറും സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞ് തള്ളാനും ഒക്കെ ഇല്ല. എന്നാൽ അതിനേക്കാൾ ഒരു യുക്തിഭദ്രത വേണം. സഹോദരനുമായിട്ട് കലഹം ഉണ്ടെങ്കിൽ സഹോദരനുമായിട്ട് കലഹം ഉണ്ടാകാനിടയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനകത്ത് കിടപ്പുണ്ടാകും. ഇയാളുടെ കയ്യിലെ കുഴപ്പമാണോ അവിടാണ് ജ്യോത്സ്യന് അടുത്ത തുരന്നുള്ള ഒരു റിസർച്ചാണ് അവിടേക്ക് പറയാം. മിക്കവാറും അയാളുടെ ഒരാൾ വഴക്കുണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് അയാളുടെ ജാതകത്തിലെ ദോഷം കൊണ്ടാകും. അവിടെ നമ്മൾ പൂർവ്വജന്മദോഷത്തെ എടുത്ത് നോക്കിയിട്ട് പൂർവ്വജന്മത്തിന് പരിഹാരം ചെയ്താൽ പൂർവ്വജന്മദോഷത്തിന് പരിഹാരം ചെയ്താൽ ഇതങ്ങ് മാറും. അപ്പോഴതിനെന്ത് ചെയ്യണം? അങ്ങനെയുണ്ട്. രണ്ടാമത്, യഥാർത്ഥത്തിൽ ഈ സഹോദരനോട് പ്രശ്നം ഉണ്ടാക്കാൻ ഇയാളാണോ കാരണം? ഇയാളുമായി ബന്ധപ്പെട്ട പങ്കാളിയാണോ കാരണം? ഇയാളുടെ ഈ പങ്കാളിയുടെ ബന്ധനങ്ങളോ അല്ലെങ്കിൽ ഇയാളുടെ മക്കളാണോ കാരണം? ഇങ്ങനെ കുറെ ബന്ധങ്ങൾ കിടക്കും. താങ്കളുടെ മകൻ എവിടെ എന്ന് ഉടനെ ചോദിക്കും ഞാൻ. ഭാര്യയുടെ നാളെന്ത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഊഹം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയും കൂടെ നമ്മൾ തിരക്കും. ഭാര്യയുടെ നാളെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, മിക്കവാറും അത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറയും ഭാര്യയാണ് പ്രശ്നം. അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യ നിമിത്തം താങ്കളുടെ സാഹോദര്യം നശിക്കുക, താങ്കളും സഹോദരനും തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. അല്ലെ താങ്കളുടെ മക്കൾ നിമിത്തം, അല്ലെ താങ്കളുടെ ഭാര്യയുടെ ബന്ധുക്കൾ നിമിത്തം, അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യ നിമിത്തം, സഹോദര ബന്ധുക്കൾ നിമിത്തം, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി കളിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഇങ്ങനെ അതൊക്കെ നമുക്ക് അറിയാനൊക്കെ. അപ്പോൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ അപ്പൊ നമ്മൾ ഗൃഹത്തിനെ എടുത്തു നോക്കി അതൊക്കെ സെക്കൻഡ് കൊണ്ട് മിന്നി മായണം. ഈ 12 കളങ്ങളും തലയിലൂടെ ഇപ്പൊ എന്നോട് ഇന്നത്തെ ദിവസത്തെ ഗ്രഹനില എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. അത് അത്രയും നമ്മൾ മനസ്സിലൊരു ഡിസ്പ്ലേയിൽ വന്ന് നിരന്ന് നിൽക്കണം. ഇത്രയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ 4-2 രാശികളൊക്കെ എടുത്ത് ഭാവം എടുത്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് സ്ഥിരം വന്നു പോകുന്ന ആര് എന്ന് ചോദിക്കും. അപ്പൊ അവരെ സൂക്ഷിക്കുക. അവരായിരിക്കും ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും ദൂതായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് അറിയാനൊക്കും. ഏതൊരു ഫലം നോക്കിയാലും അങ്ങനെ അത് നമ്മൾ ആദ്യമേ തൊട്ടേ ആ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ജ്യോതിഷത്തിനെ സമീപിച്ചാൽ നമുക്ക് ഇതുപോലെ അത്ഭുതകരമായ ഫലം പറയാൻ സാധിക്കും. ഒത്തിരി അത്ഭുതങ്ങളുണ്ട് അങ്ങനെ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.